ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിലൊരു 9-10 വയസ്സ് പ്രായത്തിലുള്ള കുട്ടികളുടെ അളവിലുള്ള ഒരു ഷരാറ പാൻറ്റ് എങ്ങനെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ ഇതവിടെ 4ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്യാം. ഹിപ്പ് റൗണ്ട് ഞാനിവിടെ എടുക്കുന്നത് 10 ഇഞ്ചാണ് കേട്ടോ. ടോട്ടൽ അരവണ്ണം എത്രയാണോ അതിൻ്റെ പകുതി പ്ലസ് 2-3 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. ഇനി ബെൽറ്റിന് വേണ്ടിയിട്ട് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ലെങ്ത്താണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ലെങ്ത്ത് എടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഇത് മുട്ടിന് മേലെ ആയിട്ടുള്ള ലെങ്ത്താണ് എടുക്കുന്നത്. ഷറാറ പാൻ്റ് ആകുമ്പോൾ 2 പീസായിട്ടാണല്ലോ വരുന്നത്. ഇനി ഫ്രില്ലിടാനുള്ള പീസ് വേറെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഫുൾ ലെങ്ത്ത് എത്രയാണെന്ന് നോക്കിയിട്ട് അതിൽ നിന്നും മുകളിലത്തെ പീസിൻ്റെ ലെങ്ത്ത് മൈനസ് ചെയ്തിട്ട് ഇനി ഫ്രില്ലിടാനുള്ള പീസ് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ ഞാൻ സീറ്റ് ലെങ്ത്ത് 10.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സീറ്റിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് കുഴിച്ച് വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം. അതായത് മുട്ടിൻ്റെ മുകളിലായിട്ട് വരുന്ന ആ ഭാഗത്തെ വണ്ണമാണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്വശത്തെ പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്, അതായത് ഫ്രില്ലിടാനുള്ള ഭാഗം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 15.5 ഇഞ്ചാണ് കേട്ടോ. തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് വേണം ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മുകളിലത്തെ പീസിൻ്റെ ഇരട്ടിയെങ്കിലും വേണം കേട്ടോ ഫ്രില്ലിടാനുള്ള പീസ്. അപ്പോഴാണ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രില്ല് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള ലൈനിങ്ങും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് താഴ്വശത്തെ പീസിൽ ഫ്രില്ലിട്ടെടുക്കുകയാണ് വേണ്ടത്. മുകൾ വശത്തെ പീസിൻ്റെ അതേ അളവിൽ കുഞ്ഞു കുഞ്ഞു ഫ്രില്ലാക്കിയിട്ട് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതാ ഞാൻ 2 പീസിലും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഫ്രില്ലിട്ടെടുത്തിട്ടുണ്ട്. നമുക്ക് മുകളിലത്തെ പീസായിട്ട് ഇതൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതാ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് മുകളിലേക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ 2 പീസും ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ പീസിൻ്റെ ചീത്ത വശത്ത് ലൈനിങ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് സീറ്റിൻ്റെ 2 വശവും മുകൾ വശവും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ശേഷം അടിവശം ലൈനിങ്ങിൻ്റെയും നല്ല തുണിയുടെയും അടിവശം 2ആയിട്ട് ഫോൾഡ് ചെയ്ത് മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. 2 പീസും അതുപോലെ ചെയ്തെടുത്തിട്ട് പീസിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് സീറ്റിൻ്റെ വശങ്ങൾ രണ്ടും ഒന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിവശത്ത് നിന്നും മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല തുണി രണ്ടും ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് അടിയിൽ നിന്നും മുകളിലേക്ക് ഇങ്ങനെ തയ്ച്ച് വന്ന ശേഷം നമ്മുടെ ഫ്രില്ലിട്ട ഭാഗത്തിന് കുറച്ച് മുകളിലായിട്ട് എത്തുമ്പോൾ ലൈനിങ്ങും കൂടെ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് മറ്റേ കാലിൻ്റെ ഫ്രില്ലിൻ്റെ ഭാഗം വരെ ലൈനിങ് ചേർത്ത് തയ്ച്ച് കൊടുക്കാം. അവിടെ നിന്നും താഴേക്ക് നല്ല തുണി മാത്രം ചേർത്ത് വെച്ച് കൊടുത്തിട്ട് തയ്ച്ചെടുക്കുകയാണ് വേണ്ടത്. ശേഷം ലൈനിങ് സെപ്പറേറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതായത് നല്ല തുണി ഉള്ളിലേക്ക് നീക്കി കൊടുത്ത ശേഷം ലൈനിങ് സെപ്പറേറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതാ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം വരെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും സെപ്പറേറ്റ് ആയിട്ടാണ്. ഇവിടെ ഈ കുറച്ച് ഭാഗം മാത്രമാണ് ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് മുകൾ ഭാഗം ഒന്ന് 2ആയിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇലാസ്റ്റിക്കിൻ്റെ വണ്ണം നോക്കിയിട്ട് വേണം മടക്കി തയ്ക്കാൻ. ഒരു 1 ഇഞ്ചോളം ഗ്യാപ്പ് ഇട്ടിട്ട് തയ്ച്ചെടുക്കുക. ശേഷം എലാസ്റ്റിക് ഇട്ട് കൊടുത്ത് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്ത ശേഷം ഗ്യാപ്പ് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ പാൻറ്റിൻ്റെ ഫൈനൽ ലുക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്.